കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Nolte and Unit Taste co-present ഒന്നൊന്ന് രുചി co-powered by Sun Tips and 916 Coco brand coconut oil, special partner Amion and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഒരുപാട് ടെലിവിഷൻ ചാനലിലൂടെ നമുക്കറിയാവുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അപ്സരയാണ്. സ്വാഗതം ചെയ്യാം അപ്സരേ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. വളരെ വളരെ സന്തോഷം. കുറെ നാളായിട്ട് നിങ്ങളുടെ വില്ലത്തും വേഷമൊക്കെ കണ്ടിട്ടൊന്ന് നേരിട്ട് കണ്ടൊന്ന് ദേഷ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ജീവിതത്തിലും വില്ലത്തിയാണോ എന്ന് അറിയണമായിരുന്നല്ലോ. ആണോ? കണ്ടാ നമുക്ക് തോന്നുന്നില്ല, കണ്ടാ പഞ്ചഭാവമാണ്. പക്ഷെ നമ്മള് ടെലിസ്ക്രീനിലൂടെ കാണുമ്പോ അങ്ങനൊന്നും അല്ല തോന്നുന്നത്. ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അല്ല, ഞാന് വില്ലത്തിയല്ല, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്ന വില്ലത്തിയായിട്ടാണ്. അത് കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. ഇതൊക്കെ ചെയ്യാനും ആൾക്കാർ വേണ്ടേ? അല്ല, നമ്മള് സീരിയലില് വില്ലത്തിയായിട്ട് കണ്ടിട്ട് അങ്ങനത്തെ ഷോകളിൽ വരുമ്പോ നമ്മുടെ റിയൽ ആയിട്ട് കാണുമല്ലേ. അതെ, അതൊക്കെ പോട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊരു വെറൈറ്റി, ഭയങ്കര ഗംഭീരമായ ഒരു സാധനം കൊണ്ടുവരണം. എന്താണ്? അല്ല, അവർക്ക് എളുപ്പം ചെയ്യാൻ ഒരു കാര്യം വേണ്ടേ? അതിന് വേണ്ടിട്ട് ഞാൻ ഇപ്പം സീസൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ചക്കക്കുരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അയ്യോ, ചക്കക്കുരു പായസം. അതെ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറെ ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതെല്ലാം ഇപ്പൊ ലിസ്റ്റ്. ചക്കക്കുരു ഒക്കെ വേവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരട്ടെ. അപ്സര, പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നു. നിങ്ങളുടെ ചക്കക്കുരു വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണമെന്ന് പറഞ്ഞാൽ അതും സെറ്റ് ആയിട്ടുണ്ട്. ശർക്കരയുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, നെയ്യ്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി, ഉണക്കമുന്തിരി. ഇതാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. ഈ റെസിപ്പി ആരാ തന്നത്? റെസിപ്പി ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണോ? കോവിഡ് ടൈമിലായിരിക്കും ചക്കയും ചക്കക്കുരും ഒക്കെ ഫേമസ് ആയ സമയം. അല്ല, ആക്ച്വലി ഞാനൊരു നാട്ടിൻപുറത്താണ് എന്റെ ബേസിക് എന്റെ സ്ഥലം. അപ്പൊ അവിടെ ഒരു ഞാൻ വേറെ ഷോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 3-4 പ്ലാവുണ്ട് വീടിന് ചുറ്റും. അപ്പൊ ആ കോവിഡ് സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ഫസ്റ്റ്, ഞാൻ ചക്കക്കുരു പായസം വെക്കണം ആദ്യമായിട്ടാ. ഷെഫിന്റെ അടുത്താണ് എന്റെ പരീക്ഷണം. എങ്ങനെയാണ്? അപ്പൊ ആദ്യം ഈ ചക്കക്കുരു ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ പാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. ഇങ്ങനെ ആദ്യം തന്നെ ഞാൻ ചോദിക്കണം, ഇങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡൊക്കെ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ ആളുകൾക്ക് ഭയങ്കര ദേഷ്യമൊരുക്കി സീരിയലൊക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ പിന്നീട് കാണുമ്പോൾ ഇപ്പോഴും പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാകും. ഇപ്പൊ അതൊക്കെ മാറി സീരിയലാണെന്നൊക്കെ അറിയാം. എന്നാലും ഉണ്ട്. അയ്യോ, അതല്ലേ, കാരണം പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മാറാത്ത ആൾക്കാരും ഉണ്ട്. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ശരിക്കും നമ്മളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഞാനൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ പോയിണ്ടായിരുന്നേ. ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്ന ഒരു ആന്റി, അപ്പൊ ഇങ്ങനെ കുറെ സംസാരിച്ചു. ഞാൻ കാണാറുണ്ട് ചിപ്പി അന്വേഷിച്ചു എന്ന് പറഞ്ഞ, ഞാൻ ചെയ്യുന്ന സീരിയലില് ഹീറോയിൻ ചിപ്പി ചേച്ചിയാ. പുള്ളിക്കാരി ഭയങ്കര പാവം, എല്ലാവർക്കും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ പുള്ളിക്കാരിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ അപ്പൊ എനിക്ക് ഈ ഒരു ത്രോട്ടില് ചെറിയൊരു സർജറി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ എന്തോ കണ്ടതാണ്. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അതെ ഞങ്ങളുടെയൊക്കെ ശാപമാണെന്ന്. ഇത് വന്നു അയ്യോ, അത്ര നേരം വരെ ഭയങ്കരമായിട്ട് ബാക്കി എല്ലാ വിശേഷം ചോദിച്ചിട്ടില്ല. സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങളുടെ ശാപമാണെന്ന്. അയ്യോ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഞാൻ വില്ലത്തി ക്യാരക്ടർ മാത്രമല്ല, അപ്പം വേറെ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇതല്ല ആൾക്കാർക്ക് ഇടല്ലേ. ഇതുപോലുള്ള വേറെ പരീക്ഷണങ്ങളൊക്കെ വീട്ടിൽ നടത്താറുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുക്കിംഗ് കുക്ക് ചെയ്യും. അത്യാവശ്യം എനിക്ക് അറിയാം. പക്ഷെ അങ്ങനെ ഭയങ്കര പരീക്ഷണങ്ങൾ അതൊരു പാഷനായിട്ട് അങ്ങനെ സമയവും കിട്ടാറില്ല. സമയമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനോടൊരു ഭയങ്കര നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ തോന്നുള്ളൂ, പരീക്ഷണം ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ അത്യാവശ്യം കുക്ക് ചെയ്യും. ഇതിന്റെ അടുത്ത പ്രോസസ് എന്താണ്? ഇതൊന്ന് ജസ്റ്റ് ഇതായി. അപ്പൊ നമുക്കിനി ഇതിന്റെ 2-ാം പാല്
രണ്ടാം പാലിൽ ഇത് വേവിച്ചെടുക്കാം. ഓക്കെ. ഈ ചക്കക്കുരു അധികം ഒരുപാട് വേവിച്ചിട്ടില്ല, ജസ്റ്റ് ബോയിൽ ചെയ്തു, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്. അപ്പൊ അതിനകത്ത് ബൈറ്റ് ഒക്കെ കിട്ടുന്ന പായസമാണ് അല്ലേ? പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്രഷ് ആവണമായിരുന്നു. നമുക്കിനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? ഓക്കെ. ഈ മേഖലയിലേക്ക് എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയിക്കണം. ഞാന് ഈ സ്കൂളിൽ ഒരു 3rd സ്റ്റാൻഡേർഡ് മുതലാണ് ആദ്യമായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഈ മോണാക്ട്, കഥാപ്രസംഗം, ഡ്രാമ, ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് മുതലേ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്ന്. പിന്നെ ഒരു +2 കഴിഞ്ഞപ്പോഴേക്കും ഒരു മാഗസീൻ, ആയുരാരോഗ്യ മാഗസീൻ പിന്നെ അതിനുശേഷം ഈ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും വലിയ അവാർഡാണ് സ്റ്റേറ്റ് അവാർഡ്. ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇതേപോലെ തന്നെ കോമഡി ചെയ്ത ക്യാരക്ടറിന് മികച്ച നായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഹസ്ബൻഡ് ആള് ചെയ്ത സീരിയലിലാണ് കിട്ടുന്നത്. അപ്പൊ രണ്ടുപേരും ആൾക്കും ഉണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പോയി. അതൊന്നും ഒരിക്കലും അപ്പൊ നമുക്ക് കിട്ടുന്ന അവാർഡ്സ് അതൊക്കെയാണ് എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഓർമ്മയിൽ വെക്കുന്ന കാര്യം. ഇതുപോലുള്ള ഒരുപാട് മെമ്മറി കിട്ടുന്ന ഇനിയും അടുത്ത കാലങ്ങളിൽ വരും. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് എന്താണ്? ശർക്കര അല്ലേ? അതായത് മധുരത്തിന് ശർക്കരയും കണ്ടൻസ് മിൽക്കും. അതെ അതെ. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതിയല്ലോ. നിറമൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി അല്ലേ? പ്രഥമൻ ഉണ്ടാക്കുന്ന ചക്കക്കുരു പ്രഥമൻ എന്നാണോ? വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പരീക്ഷണമാണിത്. ഇനി കുറച്ച് നമുക്ക് ആ ഫ്ലേവറിന് വേണ്ടിട്ട് ഏലക്കാപ്പൊടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പൊ തന്നെ ഏലക്കാപ്പൊടി ഇട്ടു. കണ്ടൻസ് മിൽക്ക് കുറച്ച് നമുക്ക് ആഡ് ചെയ്തു. ജസ്റ്റ് മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ ഈ ഷൂട്ടിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എന്തൊക്കെ തരം ഭക്ഷണമാണ് ഇപ്പൊ നിങ്ങൾ കഴിക്കാറ്? ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. എവിടെയെങ്കിലും ഒക്കെ പോയി കഴിക്കാൻ താല്പര്യം, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയി പുതിയ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും? തിരുവനന്തപുരത്തെ ഈ പറഞ്ഞ പോലെ മുട്ടയവിയല്, രസവട, ഇതൊക്കെ മുട്ടയവിയൽ ഇഷ്ടമാണ്. രസവട നമ്മളീ ട്രിവാൻഡ്രത്തെ തട്ടുകടയില് ദോശ, ചട്നി, രസവട അതൊക്കെയാണ്. പക്ഷെ തൃശ്ശൂര് ആ പരിപാടി അതേ ഇല്ല. അവിടെ നോൺ വെജിനാണ് ഭയങ്കര, കാരണം ചിക്കൻ അങ്ങനെ നോൺ വെജ്. രസവട, ചമ്മന്തി എനിക്ക് എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ ഫുഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സ്നാക്സ് ഒക്കെ ഉണ്ട്, മുളക് ബജി, കുഴിമന്തി സ്നാക്സ് അല്ല, ഫുഡുകള് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ട്രൈ ചെയ്യാറുണ്ട്. വീട്ടിലാരാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? വീട്ടിൽ ഇപ്പൊ ഞാനാണ്. എന്റെ വീട്ടിൽ അമ്മ, ചേച്ചിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മ ഭയങ്കരമായിട്ട് നല്ല നാടൻ ഫുഡുകളൊക്കെ ഒത്തിരി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പം അദ്ദേഹം കുക്ക് ചെയ്യാൻ ആള് നോൺ വെജ് സൂപ്പർ ആയിട്ട് വെക്കും. സീരിയസ്ലി ഞാൻ ഇവിടെ ഷോ ആളെ കൊണ്ട് വന്നാലെന്ന് വിചാരിച്ചതാ. സൂപ്പർ ആയിട്ട് യാത്രകളൊക്കെ പോകാറുണ്ടോ? അയ്യോ, ഭയങ്കര ഇഷ്ടമാണ് യാത്രകള്. കാരണം ഇന്ത്യയിൽ പോയ സ്ഥലങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ടത്? ഞാൻ കേരളത്തിനകത്ത് മാത്രമേ യാത്രകൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ പുറത്ത് അങ്ങനെ ഇതുവരെ, എന്റെ ഡ്രീമാണ്. ഞങ്ങളെ കല്യാണം കഴിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന വാക്കായിരുന്നു എന്നെ 50 രാജ്യങ്ങളിൽ കൊണ്ടുപോകാന്ന്. പക്ഷെ സത്യം ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്ത് പോലെ തന്നെ ഈ നിമിഷം വരെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എന്റെ എവിടെ എനിക്ക് യാത്രകൾ ഈ പറഞ്ഞ പോലെ
യാത്ര ചെയ്യാൻ ഇഷ്ടം. എനിക്ക് മടി വരില്ല. എത്ര ദൂരെ എത്ര ടൈമിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരുന്നാലും എനിക്ക് ഒരു മടി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കല്യാണത്തിന് മുന്നേ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമായി. നമ്മുടെ താളിപ്പും റെഡി ആയിട്ടുണ്ട്. തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ നല്ല ചുമന്ന് മുന്തിരിങ്ങയൊക്കെ നെയ്യില് റെഡിയായി. ഇളക്കി ഇത് ഇടാൻ പോവാണേ. പായസം അങ്ങനെ ഞാൻ വെള്ളം ഇത് വേണം. മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. സംഭവം ഉടായ്പൊക്കെ ആണെങ്കിൽ കാണുക. അല്ല, ഇത് കണ്ട ആരെങ്കിലും പറയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷെ ഇത് കാണുമ്പോ ആരായാലും കുടിക്കാൻ. ഇത് നോക്ക്, ഞാനതാ പറയുന്നത്. ഞാൻ പെട്ട ചക്കക്കുരു പായസം എന്ന് പറഞ്ഞപ്പോ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് കാണുമ്പോ ആരായാലും കുടിച്ചു പോകും. ഈ ഒരു പ്രഥമന്റെ നിറവും ആ കൊഴുപ്പും. ഞാൻ ഇങ്ങനെ ഈ പായസം വെക്കണേൽ പരീക്ഷ നടത്തിയിട്ടുണ്ട് കേട്ടോ. ചേന പായസം വെച്ചിട്ടുണ്ട്. വേറെ ഞാൻ കൊറേ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അല്ല സേമിയ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇത് കാണുമല്ലോ അവര്. അല്ല നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അല്ല ഇത്രയും തന്നെ പറഞ്ഞപ്പോ തന്നെ അവര് ഇത് കാണുമ്പോ അവര് പറയും എന്തായാലും ഈ ആഴ്ച. പക്ഷെ എന്നാലും കഴിച്ചിട്ടൊന്നും പറയണം. പറയും, ഞാൻ കഴിക്കാൻ പോവാ. ടേസ്റ്റ് ചെയ്യാൻ പോകും. മധുരം എല്ലാം ഓക്കെ, എല്ലാം ഓക്കെയാണ്. എനിക്ക് അങ്ങനെ അപ്സരയുടെ സ്പെഷ്യൽ ചക്കക്കുരു പ്രഥമൻ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രഥമനൊക്കെ അയലിനെ പോലും അതിന്റെ ആ കൊഴുപ്പ്, അതിന്റെ ആ തിക്നെസ്, കളർ വേണമെങ്കിൽ ഇത്തിരി കളർ വേണമായിരുന്നു. വേണമെങ്കിൽ അത് ശർക്കര പാവ് കാച്ചിയാൽ മതി. അപ്പൊ എന്തായാലും അപ്സരയുടെ പായസം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു കഷ്ണം ചക്കക്കുരു ഒക്കെ എടുത്തിട്ടുണ്ട്. ഷോകളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുക എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു ഷോയിൽ വന്ന് പങ്കെടുത്ത് നിങ്ങൾ വെറും കൈയോടെ വിടത്തില്ല. കുറച്ച് സമ്മാനങ്ങളുണ്ട്. ഏറ്റവും ആദ്യം നോൾട്ടയുടെ ഒരു സ്പെഷ്യൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈയിങ് പാൻ ആണ്. അവിടെ വെച്ചോളൂ. ഇനിയുണ്ടോ? ഇനിയുണ്ട്. വീണ്ടും നോൾട്ടയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി. ഇനി പായസം ഇതിനകത്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. നോൾട്ടയുടെ പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇനി തേങ്ങാപ്പാലൊക്കെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഇനി കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അമിയോന്റെ ഒരു ഹാൻഡ് മിക്സർ.
ധൈര്യമായിട്ട് പായസം. സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റ്. തീർന്നില്ല, താങ്ക് യു പറയല്ലേ, കഴിഞ്ഞിട്ടില്ലേ? ഓക്കെ. 916 കോക്കോ ബ്രാൻഡിന്റെ ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്ത് പറയണമെന്ന് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക്. അല്ല, ഞാനതാ പറഞ്ഞത്, ആർട്ടിസ്റ്റ് എപ്പോഴും എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഏതാണെങ്കിൽ പോലും ചെറുതായാലും വലുതായാലും എല്ലാ പ്ലാറ്റ്ഫോമിലും പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ബേസ് ആയിട്ടുള്ള വേറെ വേറെ ഷോകളിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളുമല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര അറിവുള്ള ഒരാളും അല്ല. പക്ഷെ എന്നാൽ പോലും ആ കുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ പോലും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് മടിയില്ല, കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഷോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളുകൾ ഞാൻ ക്യാരക്ടറായിട്ട് വരണതായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത്, അഭിനയിക്കണതായിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ഷോകളിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും റിയൽ എന്താണ് പാവമാണ് നിങ്ങൾ വില്ലത്തിയാന്നൊക്കെ പറഞ്ഞ് കണ്ട് പ്രാവിയില്ലേ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ല, അവർക്ക് അറിയാം, അറിവായത്തുണ്ടാണ് അത് നല്ലപോലെ ആസ്വദിച്ച്. ഞാൻ അതിനൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്ന ഒരാളാണ്. അവരങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളുടെ അഭിനയം മികച്ചതാവുന്നത് അല്ലേ. വില്ലത്തിയാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഫീലും ഇല്ലാതെ ഇതൊരു സാധാരണ പോലെ കണ്ടു ഞാനും ഇങ്ങനെ പറയില്ല. നിങ്ങളുടെ അഭിനയത്തിന്റെ മികവ് കൊണ്ടാണ് നിങ്ങളോട് അവർക്ക് ദേഷ്യം തോന്നുന്നത്, നിങ്ങളുടെ കഴിവിന്റെ. അല്ല, ഞാൻ അങ്ങനെയാണ് ആശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരും വർഷങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതെല്ലാവരും എപ്പോഴും ഉണ്ടാക്കി കഴിക്കാത്തൊരു സാധനമാണ് ചിക്കൻ്റെ ലിവർ പെപ്പർ ഫ്രൈ. അപ്പോൾ ചിക്കൻ ലിവറായിട്ട് നമുക്ക് ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ലിവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി. ആദ്യം നമ്മൾ ലിവർ ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ലിവറിനകത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് സ്പൈസൊക്കെ ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുന്നു. അതിൻ്റെ മസാല സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിനെ ഡ്രൈ ആക്കി എടുത്ത് ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒതുക്കിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടർ ഡിഷാണിത്. നമുക്ക് ആദ്യം ചിക്കൻ ലിവർ ബോയിൽ ചെയ്യാനായിട്ടൊരു പാനിലേക്ക് ഇടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും 2 ബേ ലീഫ്, കറുകപ്പട്ട, വെള്ളം ഒഴിക്കുന്നു. ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആദ്യം കുറച്ച് പെരിഞ്ജീരകം, അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി ഇട്ടാണ് ഇത് ചെയ്യുന്നത്. ചെറിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ ഇനി സവാള ഉള്ളി ആയാലും മതി. ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തു, കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ലിവർ ബോയിലാവും. അതിനുശേഷം തക്കാളി ഇട്ട് മസാല ഇട്ട് ബോയിൽ ചെയ്ത ലിവർ ഇട്ട് പെരട്ടി ഡ്രൈ ആക്കി എടുക്കുന്ന ഡിഷാണിത്. വെന്തിട്ടാവും. ഈ മസാലയിലേക്ക് അതിൻ്റെ ലേശം സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മസാല ഏകദേശം നന്നായിട്ട് കുക്കായി. ഇതിലേക്ക് ബാക്കി വന്ന ചിക്കൻ ലിവറും അതിൻ്റെ സ്റ്റോക്കും ഒഴിച്ച് ഡ്രൈ ആക്കി എടുക്കാനാണ് ഇനിയുള്ളത്. നമ്മളിനി വെന്ത ചിക്കൻ ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്. ബാക്കി ഇനി ഈ ഒരു പാനിനകത്ത് ഈ മസാലയിലിട്ടാണ് ഇനി ഫിനിഷ് ചെയ്യേണ്ടത്.
അങ്ങനെ ചിക്കൻ ലിവറിൻ്റെ ചാറെല്ലാം നന്നായിട്ട് കുറുകി മസാല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നന്നായിട്ട് കുക്കായി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചതച്ച കുരുമുളകും ചേർക്കുന്നു. കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ വെതറി ഈ സംഭവം ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത് ഡ്രൈ ആയി കഴിഞ്ഞു. അവസാനമാണ് ചതച്ച കുരുമുളക് ഇടുന്നത്. കുറച്ച് മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്യണം. വേഗത്തിലുണ്ടാക്കാം. ചിക്കൻ ലിവർ കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ബേ ലീവ്സും സിനമൺ സ്റ്റിക്കും ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയിട്ട് നന്നായി വയറ്റിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കിയിൽ തക്കാളി ഇട്ടു. അതിനുശേഷം ഈ ബോയിൽ ചെയ്ത ചിക്കൻ ലിവറിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചതിനെ ഒന്ന് മസാലേനെ കുഴമ്പ് ഉരുവത്തിലാക്കി റോസ്റ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത ലിവർ ഇട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തു. അതിലേക്ക് അവസാനം കുറച്ച് മല്ലിയിലയും ബ്ലാക്ക് പെപ്പറും ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് ഡ്രൈ ആക്കിയാൽ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ റെഡിയാണ്.